സംസ്ഥാനത്തെ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമായി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ പ്രത്യേക ചികിത്സാ പദ്ധതിക്ക് തുടക്കമാകുന്നു. 1500 രോഗികൾക്ക് ആവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്ന സഹായ പദ്ധതിയാണ് കൊച്ചിയിൽ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ എറണാകുളം ജില്ലയിലെ 150 രോഗികൾക്കാണ് സഹായം ലഭിക്കുക. നിർധനരായ ക്യാൻസർ രോഗികൾക്ക് സാമ്പത്തിക ബാധ്യതയാകുന്ന മരുന്നുകൾ സൗജന്യമായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടത്. കൊച്ചി ജോയ് ആലുക്കാസ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MP പദ്ധതിയുടെ ജില്ലാതല വിതരണോദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം മേഖലാ ക്യാൻസർ സഹായ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. എറണാകുളം ജില്ലയിൽ 150 രോഗികൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം ലഭ്യമാക്കിയത്. സംസ്ഥാനത്തുടനീളം 1500ഓളം രോഗികൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. കേരളത്തിൽ 1500 ക്യാൻസർ ബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഏകദേശം 3 കോടി രൂപയുടെ പദ്ധതിയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാവർക്കും രോഗമുക്തി നേടി ആരോഗ്യവാന്മാരായി ആരോഗ്യവതികളായി ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ജോയ് ആലുക്കാസ് എന്ന മാനേജിംഗ് ഡയറക്ടർക്കും അതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ ഉദ്യോഗസ്ഥർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിൽ ജോയ് ഫോർ എർത്ത് എന്ന പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയും വനിതകൾക്കായുള്ള ശാക്തീകരണ ക്ലാസുകളും ഫൗണ്ടേഷന്റെ പരിഗണനയിലുണ്ടെന്ന് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ സീനിയർ മാനേജർ റിബിൻ പോൾ അറിയിച്ചു. ഫെബ്രുവരി 4 ക്യാൻസർ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം തോന്നിയതും നമ്മുടെ ബഹുമാന്യ ചെയർമാനോട് ഇത് സൂചിപ്പിച്ചതും. 1000 പേര് എന്ന രീതിയിലായിരുന്നു ആദ്യം തുടങ്ങിയത്. 2 കോടി എന്ന രീതിയിലാണ് നമ്മൾ അന്ന് ഇത് ലോഞ്ച് ചെയ്തത്. പക്ഷെ നമുക്ക് 7000-ൽ പരം അപേക്ഷ വന്നത്, 7500-ൽ പരം അപേക്ഷ. അപ്പം അത് കണ്ടപ്പോഴാണ് ചെയർമാൻ പറഞ്ഞത് 1000 എന്ന് നിൽക്കണ്ട, നീ ഒരു 500 പേരോട് കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് 1500 എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. 2009-ൽ പ്രവർത്തനം ആരംഭിച്ച ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ അക്കാലം മുതൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകി വരുന്നത്. കൊച്ചി മേയർ മിനിമോൾ VK, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സതീഷ് KN എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, കൊച്ചി.